നാരായണ. ഹരി ഓം. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷദം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിര്യ ഇമാ പുരോ വിഭുഃ നിർമ്മായ ചേദേയതമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാദാലയേശമനിശം ഹൃദി ഭാവയാമി.
വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ നാരായണ. ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ നാരായണ. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. നാരായണ. ശ്രീകൃഷ്ണ ലീലാമൃതം രാസക്രീഡ വർണ്ണന ഭാഗം തുടരുകയാണ്. നമ്മളിപ്പോൾ 31-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. രാസപഞ്ചാധ്യായിയിലെ 3-ാം അധ്യായം. കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാനെ തിരഞ്ഞു നടക്കുന്ന ഗോപികളുടെ പാരവശ്യം, അവരുടെ ആ ഒരു ഉന്മാദാവസ്ഥ, ഭഗവാനുമായിട്ടുള്ള താതാത്മ്യഭാവം, അങ്ങനെ സസ്യലതാദികളോടും പക്ഷിമൃഗാദികളോടും എല്ലാവരോടും ഭഗവാനെക്കുറിച്ച് അന്വേഷിച്ച് നടന്നതും, പിന്നീട് ഭഗവാന്റെ ചേഷ്ടകളെയൊക്കെ അനുകരിച്ചതും, വഴിയിൽ വെച്ച് മറ്റൊരു ഗോപിക ഭഗവാന്റെ കൂടെ ഒറ്റയ്ക്ക് പോയിരുന്ന ഗോപികയെ കണ്ടുമുട്ടുന്നതും, പിന്നെ നിലാവുള്ളിടത്തെല്ലാം തിരഞ്ഞു കഴിഞ്ഞ് ഭഗവാനെ കാണാതെ തിരിച്ച് യമുനാ പുളിനത്തിലേക്ക് വന്നു ചേരുന്നതും, അവിടെ ഇരുന്നു കൊണ്ട് എല്ലാവരും കൂടെ പുനഃ പുളിനമാഗത്യ കാളിന്ദ്യാഹ കൃഷ്ണഭാവനാഹ സമവേതാ ജഗുകൃഷ്ണം തദാഗമനകാംക്ഷിതാഹ. ഭഗവാന്റെ ആഗമനം കാംക്ഷിച്ചുകൊണ്ട് എല്ലാവരും കൂടി ചേർന്ന് കൃഷ്ണം ജഗുഹു, കൃഷ്ണനെക്കുറിച്ച് ഗാനം ചെയ്തു എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ അധ്യായം അവസാനിച്ചത്. അതിൻ്റെ തുടർച്ചയായിട്ട് ആ ജഗുഹു ഗാനം ചെയ്തു എന്ന് പറഞ്ഞ ഗാനം, ഗോപികാഗീതം, 31-ാം അധ്യായം. അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നമുക്ക് ആദ്യം പാരായണം ചെയ്യാം. ഓം നാരായണ. നാരായണ. ഓം. അത് ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ 31-തമോऽധ്യായഃ. ഗോപ്യ ഊജുഃ ജയതിതേധികം ജന്മനാ വ്രജ ശ്രയത ഇന്ദിരാ സസ്വദത്ര ഹി ദൈതദൃശ്യതാം ദിക്ഷു താവകാഃ ത്വയി ധൃതാസവസ്ത്വാം വിചിന്വത്തെ ശരദുദാശയേ സാധുജാതസ സരസിജോദര ശ്രീമുഷാദൃശാം സുരധനാഥത്തെ അശുൽക്കദാസികാ വരദ നിഘ്നദോ നേഹ കിം വദഃ വിഷജലാപ്യയാദ്വ്യാളരാക്ഷസാത് വർഷമാരുതാത് വൈദ്യുതാനലാത് വൃഷമയാത്മജാത് വിശ്വദോഭയാത് ഋഷഭത്തെ വയം രക്ഷിതാമുഹു ന ഖലു ഗോപികാ നന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മദൃക്
വിഘനസാർത്തിതോ വിശ്വഗുപ്തയേ സഖ ഉദൈവാൻ സാത്വതം കുലേ വിരജിതാഭയം വൃഷ്ണിധൂര്യത്തെ ചരണമീയുഷാം സംസൃതേർഭയാത് കരസരോരുഹം കാന്തകാമദം ശിരസി ദേഹിന ശ്രീകരഗ്രഹം വ്രജജനാർത്തിഹൻ വീരയോഷിതാം നിജജനസ്മയ ധ്വംസനസ്മിതം ഭജ സഖേമവത് കിങ്കരീസ്മനോ ജലരുഹാനനം ചാരുദർശയ പ്രണതദേഹിനാം പാപകർശനം തൃണചരാനുഗം ശ്രീനികേതനം ഭണിഭണാർപ്പിതം തേ പദാംബുജം കൃണുകുചേഷു നഃ കൃന്തി ഹൃച്ഛയം മധുരയാ ഗിരാ വൽഗുവാക്യയാ ബുധമനോജ്ഞയാ പുഷ്കരക്ഷണ വിധികരീരിമാ വീരമുഹ്യദീ അധരസീതുനാ പ്യായയസ്വനഃ തവ കഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമദാഗതം ഭുവി ഗൃണന്തി തേ ഭൂരിതാ ജനാഃ പ്രഹസിതം പ്രിയ പ്രേമവീക്ഷണം വിഹരണം ച തേ ധ്യാനമംഗളം രഹസി സംവിദോ യാ ഹൃദി സ്പൃശഃ കുഹകനോ മനഃ ക്ഷോഭയന്തി ചലസി യദ്വ്രജാചാരയൻ പശൂൻ നളിനസുന്ദരം നാഗതേ പദം ശിലതൃണാങ്കുരൈ സീദനീദിനഃ കലിലതാം മനഃ കാന്തഗച്ഛതി ദിനപരീക്ഷയേ നീലകുന്തളൈ വനരുഹാനനം ബിഭ്രതാവൃതം ഗണരജസ്വലം ദർശയന്മുഹു മനസി നഃ സ്മരം വീരയച്ഛസി പ്രണതകാമദം പത്മജാർച്ചിതം ധരണിമണ്ഡനം ധ്യേയമാപദി ചരണപങ്കജം ശന്തമം ച തേ രമണനസ്തനേ സ്വർപ്പയാദിഹം സുരതവർദ്ധനം ശോകനാശനം സ്വരിതവേണുനാ സുഷ്ടുചുംബിതം ഇതരരാഗവിസ്മാരണം നൃണാം വിതരവീരണസ്തേധരാമൃതം അടതിയദ്ഭവാൻ അഹ്നികാനനം ത്രുടിര്യുഗായത്തെ ത്വാമപശ്യതാം കുടിലകുന്തളം ശ്രീമുഖം ച തേ ജഡൗ ദീക്ഷതാം പക്ഷ്മകൃദൃശാം പതിസുതാന്വയ ഭ്രാതൃബാന്ധവാൻ അതിവിലംഘ്യത്തെ അന്ത്യച്യുതാഗതാഃ ഗതിവിദസ്തവോ ഗീതമോഹിതാഃ കിതവയോഷിത കസ്ത്യജേന്മിഷി രഹസി സംവിദം ഹൃച്ഛയോദയം പ്രഹസിദാനനം പ്രേമവീക്ഷണം ബൃഹദുരശ്രിയോ വീക്ഷ്യ ധാമത്തെ മുഹുരതിസ്പൃഹാ മുഹ്യത്തെ മനഃ
വ്രജവനൗകസാം വ്യക്തിരംഗത്തെ വൃജിനഹന്ദ്ര്യലം വിശ്വമംഗളം ത്യജമനാർച്ചനസ്ത്വത്സ്പൃഹാത്മനാം സ്വജനഹൃദ്രുജാം യന്നിഷൂദനം യത്തേ സുജാതചരണം ദുരുഹം സ്തനേഷു ഭീതാശനൈ പ്രിയദധീമഹി കർക്കശേഷു തേനാടവീമടസി തദ്വ്യഥതേന കിം സ്വിത കൂർപ്പാദിഭിർഭ്രമതിധീർഭവദായുഷാം നഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ രാസക്രീഡായാം ഗോപീഗീതം നാമ 31-തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. ഭാഗവതജ്ഞാന ഗംഗയിലേക്ക് സുസ്വാഗതം. അപ്പോൾ ഭഗവാനെ തെരഞ്ഞ് എങ്ങും കാണാതെ പരവശരായ ഗോപികമാർ തിരിച്ച് അവർ പുറപ്പെട്ടിടത്തേക്ക് തന്നെ വന്നു. ഇങ്ങനെ കൃഷ്ണനെ ഭാവന ചെയ്തുകൊണ്ട് അവരുടെ എല്ലാം മറന്നുകൊണ്ട്, ഗൃഹങ്ങളെല്ലാം മറന്നുകൊണ്ട് എന്നൊക്കെ മുമ്പേ പറഞ്ഞു. തന്മനസ്കാ തദാലാപാഹ തദ്വിജേഷ്ടാഹ തദാത്മികാഹ തദ്ഗുണാനേവ ഗായന്ത്യോ ന ആത്മാകാരാണി സസ്മരുഹു. ഭഗവാനിൽ തന്നെ മനസ്സ് ഉറപ്പിച്ചവരായിക്കൊണ്ട് തന്മനസ്കാഹ തദാലാപാഹ ഭഗവാനെ കുറിച്ച് തന്നെ ആലപിക്കുന്നവരായിക്കൊണ്ട് തദ്വിജേഷ്ടാഹ ഭഗവാൻ ചേഷ്ടിക്കുന്നത് പോലെ ചേഷ്ടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ചേഷ്ടിച്ചുകൊണ്ടോ തദാത്മികാഹ ഭഗവാനുമായി താദാത്മ്യം പ്രാപിച്ചവരായിക്കൊണ്ടും തദ്ഗുണാനേവ ഗായന്ത്യ ആ ഭഗവാന്റെ ഗുണങ്ങളെ തന്നെ ഗാനം ചെയ്യുന്നവരായിക്കൊണ്ടും ന ആത്മ അകാരാണി സസ്മരുഹു അവരവരുടെ ഗൃഹങ്ങളെ, സ്വകീയങ്ങളായ ഗൃഹങ്ങളെയെല്ലാം മറന്നു, സ്മരിച്ചില്ല. പരവശരായിരുന്നു അവര്. വീണ്ടും ആ കാളിന്ത്യാഹ പുളിനമാഗത്യ കൃഷ്ണഭാവനാഹ കൃഷ്ണനെ തന്നെ ഭാവന ചെയ്തുകൊണ്ട് സമവേതാഹ ജഗുകൃഷ്ണം എല്ലാവരും കൂടി ഒന്നിച്ചുകൂടി കൃഷ്ണം ജഗു തദാഗമന കാംക്ഷിതാഹ ആ ഭഗവാൻ ആഗമിക്കുന്നത് കാംക്ഷിച്ചുകൊണ്ട്, കൊതിച്ചുകൊണ്ട്, തങ്ങളുടെ ഈ പരവശത ഭഗവാൻ കാണും, തങ്ങളോട് ദയ തോന്നും, ഭഗവാന് തീർച്ചയായിട്ടും വരാതിരിക്കില്ല എന്നിങ്ങനെയുള്ള പ്രതീക്ഷയോടുകൂടെ അവർ വളരെ ദീനദീനം ഭഗവാനെ കുറിച്ച് പാടി എന്നാണ്. അവർ കരഞ്ഞതാണ്, വാസ്തവത്തിൽ അത് പാട്ടായി മാറി. കാരണം ഭഗവാനെ കുറിച്ചിട്ടുള്ള കരച്ചിലുകളൊക്കെ പാട്ടുകളായിട്ടാണ് മാറിയിട്ടുള്ളത്. എല്ലാ കവികളും, അനേക കവികൾ, അനേക ഋഷീശ്വരന്മാർ ഭഗവാനെ കുറിച്ച് കരഞ്ഞിട്ടുണ്ട്. ആ കരച്ചിലുകളൊക്കെ പിന്നീട് വലിയ കീർത്തനങ്ങളായി മാറി എന്ന് പറയാം. അല്ലേ? അങ്ങനെയുള്ള കീർത്തനങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അതിൻ്റെ ഒരു ഏറ്റവും ഉദാത്തമായിട്ടുള്ള, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഗാനമാണ് അലൈപ്പായുതേ കണ്ണ എന്നുള്ള പാട്ട്. അല്ലേ? ഈ ഗോപികമാരുടെ ഭാവം തന്നെയാണ്, അല്ലെങ്കിൽ ഗോപികമാർ പാടുന്നതായിട്ട് തന്നെയാണ് ആ പാട്ട്. ഭഗവാനെ കാണാതെ അവരുടെ മനസ്സ് യമുനയിലെ ഓളങ്ങൾ പോലെ ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുന്ന ഒരു അനിശ്ചിതത്വത്തിലേക്ക്, ഒരു നിലയില്ലാതെ വിക്ഷുബ്ധമായിക്കൊണ്ട് ഇളകിക്കൊണ്ടേയിരിക്കുന്നു. എൻ മനം അലൈപ്പായുതേ കണ്ണ. അല്ലേ? ഭഗവാന്റെ ആ ആനന്ദമോഹന വേണുഗാനമതിൽ
അലൈപ്പായുതേ. അതെല്ലാം ഓർക്കും തോറും ഓരോന്നിലും ഭഗവാന്റെ ആ സ്മരണ അവരുടെ മനസ്സിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് ഭഗവാന്റെ പുറകെ. അപ്പം അങ്ങനെയുള്ള മീരാബായിയുടെ കരച്ചിൽ, അല്ലെങ്കിൽ അതുപോലെയുള്ളതായിട്ടുള്ള ചൈതന്യ മഹാപ്രഭുവിൻ്റെയോ ഓരോ മഹാത്മാക്കളും ഭഗവാന് വേണ്ടി കരഞ്ഞവർ. പുരന്ദരദാസൻ്റെ കൃതികളൊക്കെ ഭഗവാന്റെ ദർശനത്തിന് വേണ്ടിയിട്ടുള്ള കരച്ചിലുകളായിരുന്നു. എല്ലാം ഭഗവാന്റെ ശ്രേഷ്ഠങ്ങളായിട്ടുള്ള ഗീതങ്ങളായി മാറി. അപ്പോൾ ഇവിടെയും ആ ഗോപികമാർ ഭഗവാനെക്കുറിച്ച് കരഞ്ഞത് ഒരു മനോഹര ഗീതമായി മാറി. ഗോപികാഗീതം, ഗോപീഗീതം എന്നൊക്കെ അതിനെ അറിയുന്നു. ഇതിൽ ഓരോ വരിയുടെയും ഇടയിൽ കൃഷ്ണ 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 എന്ന് ചേർത്ത് ചൊല്ലാവുന്നതാണ്. അതുകൊണ്ട് ദോഷമൊന്നുമില്ല. പക്ഷെ എന്താ വെച്ചാൽ ചിലയിടത്ത് പദങ്ങൾ പിരിക്കാൻ പാടില്ലാത്തതുണ്ട്. അപ്പോൾ അവിടെ കൃഷ്ണ എന്ന് ചേരില്ല. അപ്പോൾ അതും കൂടി അറിഞ്ഞുകൊണ്ട് ചൊല്ലുകയാണെങ്കിൽ നന്നായിട്ട് ചൊല്ലാം. എവിടെയൊക്കെയാണ് ചേർക്കാൻ പാടില്ലാത്തത്? ഇപ്പോൾ ഒന്നാമത്തെ വരിയിൽ കുഴപ്പമില്ല, ഒന്നാമത്തെ ശ്ലോകത്തിൽ. രണ്ടാമത്തെ ശ്ലോകത്തിൽ രണ്ടാമത്തെ വരിയിൽ പറ്റില്ല. ശരദുദാശയേ സാധുജാദസ സരസിജോദര ശ്രീമുഷാദൃശ. അത് ഒന്നിച്ചുള്ളൊരു പദമാണ്. അവിടെ സരസിജോദര കൃഷ്ണ ശ്രീമുഷാദൃശ. അപ്പൊ ആ കണ്ണിന്റെ സൗന്ദര്യത്തെ നശിപ്പിച്ചു. കണ്ണിന്റെ സൗന്ദര്യത്തെയാണ് അവിടെ സരസിജോദര ശ്രീ മുഷ. താമരയുടെ ഉള്ളിലെ ശോഭയെ മോഷിക്കുന്ന, അപഹരിക്കുന്നതായിട്ടുള്ള കണ്ണുകൊണ്ട്. അപ്പൊ അങ്ങനെയുള്ള പദങ്ങൾ വരുമ്പോൾ അറിവില്ലാത്തവർക്കത് ബുദ്ധിമുട്ടായി പോകും. ആറാമത്തെ ശ്ലോകത്തിലെ രണ്ടാമത്തെ വരി നിജജനസ്മയ ധ്വംസനസ്മിത. അത് ഒന്നിച്ച് ചൊല്ലേണ്ടതാണ്. അതുപോലെ തന്നെ എട്ടാമത്തെ ശ്ലോകത്തിലെ അവസാനത്തെ വരി അധരസീതുനാപ്യായസ്വനഃ. അതൊന്നിച്ച് ചൊല്ലേണ്ടതാണ്. അതുപോലെ 13ാമത്തെ ശ്ലോകത്തിലെ അവസാനത്തെ വരി രമണനസ്തനേഷ്വർപ്പയാദിഹൻ. 14ാമത്തേല് 3ാമത്തെ വരി ഇതര രാഗവേസ്മാരണം നൃണാം. 16 പതിസുതാന്വയ ഭ്രാതൃബാന്ധവാൻ. അതുപോലെ 16 തന്നെ 3ാമത്തെ വരി ഗതിവിതസ്തവോ ഗീതമോഹിതാ. ഇങ്ങനെ പല ഭാഗത്തും ഒന്നിച്ച് ചൊല്ലേണ്ട വരികളുണ്ട്. അപ്പോൾ അവിടെ വികലമായി പോകും എന്നുള്ളത് കൊണ്ടാണ് അവിടെ കൃഷ്ണ 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 എന്ന് ഇടയ്ക്ക് ചൊല്ലാത്തത്. അതല്ലാതെ നമുക്ക് വേണമെങ്കിൽ ചൊല്ലാവുന്നതാണ്. വേണമെങ്കിൽ പിന്നീട് ഞാനത് ചൊല്ലിക്കാണിച്ചു തരാം. ഓ, എല്ലാവരും കൂടി കൂട്ടത്തോടു കൂടി ചൊല്ലുമ്പോൾ എന്താ പറയുക, എല്ലായിടത്തും കൃഷ്ണ എന്ന് ചേർക്കേണ്ടി വരും. കാരണം എല്ലാവർക്കും അറിവില്ലാത്തത് കൊണ്ട്. ഓ, നമുക്ക് ഗോപികാഗീതത്തിലേക്ക് വരാം. 31ാം അധ്യായത്തിലേക്ക്. അപ്പോൾ ഗോപികമാർ ഈ ഓരോ ശ്ലോകങ്ങളും ഓരോരുത്തർ ചൊല്ലുന്നതായിട്ട് വേണമെങ്കിൽ ഭാവിക്കാം. അല്ലെങ്കിൽ ഏതാനും പേർ ചേർന്ന് പാടുന്നു, അപ്പോഴേക്കും അടുത്ത ഗ്രൂപ്പ്, അപ്പോഴേക്കും അടുത്ത ഗ്രൂപ്പ്. കാരണം കുറേ ഗോപികമാരുണ്ട്. ഓരോരുത്തരും നല്ല എന്താ പറയുക കവയിത്രികളാണ്. എല്ലാവർക്കും ഭഗവാനെക്കുറിച്ച് കീർത്തനങ്ങൾ ഉണ്ടാക്കാനുള്ള സാമർഥ്യമുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരും മത്സരിച്ച് ഭഗവാനെക്കുറിച്ച് ഗാനം ചെയ്തു, ഉച്ചത്തിൽ ഗാനം ചെയ്തു, കരഞ്ഞു വിളിച്ച് പാടി എന്നർത്ഥം. ഗോപ്യ ഊജുഹു ജയതി തേധികം ജന്മനാവ്രജ ശ്രയത ഇന്ദിരാ ശശ്വതത്ര ഹി
ദയിതദൃശ്യതാം ദിക്ഷു താവകാഃ ത്വയി ധൃതാസവസ്ത്വാം വിജിന്വതേ ഗോപ്യൗജുഃ ജയതി തേധികം ജന്മനാ വ്രജ ശ്രയത ഇന്ദിരാ ശശ്വതത്ര ഹി ദയിതദൃശ്യതാം ദിക്ഷു താവകാഃ ത്വയി ധൃതാസവസ്ത്വാം വിചിന്വതേ. ഗോപികമാർ ഊച്ചു എല്ലാവരും കൂടി പറഞ്ഞു എന്നുള്ള അർത്ഥത്തിൽ അവർ പലരും മാറി 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 ഭഗവാനെ കുറിച്ച് വിവശരായി പാടുകയാണ്. അപ്പോൾ ഇവിടെ ഇവരുടെ പ്രാർത്ഥന എന്താണ്? മൂന്നാമത്തെ വരിയില് ദയിത ദൃശ്യതാം, ഇതാണ് അവരുടെ അപേക്ഷ. ഹേ ദയിത, പ്രിയതമാ എന്നാ വിളിക്കുന്നത്. അല്ലയോ പ്രിയതമാ, അങ്ങേക്ക് ഞങ്ങളോട് പ്രിയമില്ലേ? ദൃശ്യതാം, ദൃശ്യതാം എന്നുള്ളതിന് രണ്ടർത്ഥത്തിൽ പറയാം. ഞങ്ങളെ കാണൂ, ഞങ്ങളുടെ ഈ അവസ്ഥയൊന്ന് കാണൂ, നോക്കൂ. ഞങ്ങള് ത്വയി ധൃതാസവഃ താവകാഃ ദിക്ഷു ത്വാം വിചിന്വതേ, അല്ലേ, അങ്ങയിൽ തന്നെ പ്രാണനെ സമർപ്പിച്ചവരായിട്ടുള്ള ഞങ്ങൾ. ത്വയി ധൃതാസവഃ താവകാഃ, അങ്ങയുടെ പ്രിയപ്പെട്ടവരല്ലേ ഞങ്ങൾ, അങ്ങയുടെ സ്വന്തം ആളുകളല്ലേ, അങ്ങേക്ക് അത്രയും വേണ്ടപ്പെട്ടവരല്ലേ, അങ്ങേക്ക് വേണ്ടി ജീവിക്കുന്നവരല്ലേ ഞങ്ങൾ. അങ്ങനെയുള്ള താവകാഃ ദിക്ഷു ത്വാം വിചിന്വതേ, ദിക്കുകളിൽ അങ്ങയെ തിരയുന്നു. അപ്പോ അത് അങ്ങ് കാണൂന്ന, അങ്ങ് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങേക്ക് അലിവുണ്ടാകും, ദയയുണ്ടാകും, ഞങ്ങളോട് കാരുണ്യം തോന്നി ഞങ്ങളുടെ മുമ്പിൽ വരാതിരിക്കില്ല. അപ്പൊ അങ്ങ് എവിടെയെങ്കിലും അദൃശ്യനായി ഇരുന്നോളൂ, കുഴപ്പമില്ല, കുറച്ചു നേരത്തേക്ക് ഞങ്ങളുടെ ഈ അവസ്ഥയൊന്ന് കണ്ടാൽ മതി. ഇതാ ത്വം ദൃശ്യതാം എന്ന്. മറ്റൊരർത്ഥത്തിൽ ദൃശ്യതാം എന്നുള്ളതിന് ഞങ്ങളുടെ മുമ്പിൽ കാണപ്പെട്ടാലും എന്നും കൂടി പ്രാർത്ഥന. അപ്പൊ ഞങ്ങളുടെ മുമ്പിൽ അങ്ങ് പ്രത്യക്ഷനായാലും എന്നൊരു പ്രാർത്ഥനയാവാം. രണ്ടർത്ഥത്തിലും പ്രയോഗിച്ചു. നല്ല കവികളാണ് അവര്, അല്ലേ? വ്യാസനെ പോലെ അല്ലെങ്കിൽ മേൽപ്പത്തൂരിനെ പോലെ ശങ്കരാചാര്യരെ പോലെയൊക്കെ നല്ല സാമർഥ്യമുള്ള കവികളാണ്. ആദ്യം അങ്ങ് ഞങ്ങളെ ഒന്ന് കാണും, അത് കഴിയുമ്പോൾ അങ്ങ് ഞങ്ങളുടെ മുമ്പിൽ വരും, ഉറപ്പാണ്. രണ്ടും കൂടി ചേർത്ത് ദൃശ്യതാം എന്ന് പറഞ്ഞു. അപ്പോ ഞങ്ങള് മാത്രമാണ് ഈ കഷ്ടപ്പെടുന്നത് എന്ന് പറയാം. ബാക്കിയുള്ള ഈ വ്രജത്തില് ഗോകുലത്തില് എല്ലാവരും സന്തോഷമായിരിക്കുന്നു. അതാണ് ജയതി തേ അധികം ജന്മനാ വ്രജ. ഹേ ദയിത പ്രിയതമ, തേ ജന്മന വ്രജ അധികം ജയതി. തേ ജന്മന, തവ ജന്മന, അങ്ങയുടെ ജന്മം കൊണ്ട് ഈ വ്രജം, ഈ ഗോകുലം അധികം ജയതി, നല്ലതുപോലെ ശോഭിക്കുന്നു. പണ്ടത്തെ പോലെ അല്ല. ഈ കഴിഞ്ഞൊരു ഏതാനും വർഷങ്ങളായിട്ട്, ഒരു 7-8 വർഷങ്ങളായിട്ട് അങ്ങ് വന്ന് ഈ ഗോകുലത്തിൽ വന്നതോടുകൂടി പണ്ടത്തേക്കാൾ നന്നായിട്ട് ഈ ഗോകുലം അഭിവൃദ്ധിയെ പ്രാപിച്ച് ശോഭിക്കുന്നു. മുമ്പും മോശമൊന്നുമായിരുന്നില്ല, എങ്കിലും അങ്ങ് വന്നതോടുകൂടി അത് കൂടുതൽ ശോഭിക്കാൻ തുടങ്ങി എന്നർത്ഥം. അങ്ങ് നന്ദഗോപന്റെ പുത്രനായി എന്ന് വന്നുവോ അന്ന് മുതൽക്ക് ഇവിടെ ഒരു കുറവുമില്ല, എല്ലാം സമൃദ്ധിയാണ്. പശുക്കളൊക്കെ വർദ്ധിച്ചു വരുന്നു, പശുക്കുട്ടികളൊക്കെ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നു, പശുക്കൾക്ക് പാലാണെങ്കിൽ നല്ലോണം വർദ്ധിച്ചു വരുന്നു, പ്രകൃതിയിലാണെങ്കിൽ വെള്ളവും പുല്ലും ഒക്കെ പശുക്കൾക്ക് ഇഷ്ടം പോലെയുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ഗോകുലവാസികൾക്ക് മുഴുവൻ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ ഐശ്വര്യം കൊണ്ട് ഒരു കുറവും ഇല്ല, നല്ല ധന്യരാണ് ഞങ്ങൾ. അപ്പോൾ എല്ലാ ഗോപന്മാരും സന്തുഷ്ടരാണ്. അതാണ് തേ ജന്മനാ വ്രജ അധികം ജയതി. എന്താ കാരണം? അതിന് കാരണം മറ്റൊരു കാരണവും കൂടി ഉണ്ട്. ശ്രയതേ ഇന്ദിര ശശ്വത് അത്രഹി. ശ്രയത എന്നുള്ളത് ശ്രയതേ എന്നുള്ളതിൽ ഏകാരം ലോപിച്ചു പോകുന്നതാണ് സന്ധിയില്. ശ്രയതേ, ആശ്രയിക്കുന്നു. ആര്? ഇന്ദിര. ഇന്ദിര എന്ന് പറഞ്ഞാൽ ആ ലക്ഷ്മി ദേവി ഭഗവാന്റെ പത്നിയാണ്. ഭഗവാൻ എവിടെ പോയാലും അനപായിനിയാണ് ലക്ഷ്മി. അനപായിനി എന്ന് പറഞ്ഞാൽ വിട്ടുപിരിയാത്തവൾ.
ഭഗവാന്റെ വക്ഷസ്ഥലത്തിൽ തന്നെയാണ് ലക്ഷ്മിയുടെ സ്ഥിരം സീറ്റ്. അപ്പൊ പിന്നെ ഭഗവാൻ എവിടെ പോയാലും കൂടെ ദേവിയും പോകും ഭഗവാനെ സേവിക്കാനായിക്കൊണ്ട്. അങ്ങനെ ഇവിടെയും ഈ ഗോകുലത്തിലും ആ ഇന്ദിരാദേവി ശശ്വത് എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും അത്ര ഹി ശ്രയതേ, അത്ര ഹി ഇവിടെ തന്നെയാണ് ആശ്രയിക്കുന്നത്. ലക്ഷ്മി ദേവിക്ക് വേറെ എവിടേക്കും പോകാൻ തോന്നുന്നില്ല. ലക്ഷ്മി ദേവിക്ക് അനേക ഭക്തന്മാരുണ്ടാവും, അവരൊക്കെ ലക്ഷ്മി ദേവിയെ കരഞ്ഞു വിളിക്കുന്നുണ്ടാവും. ലക്ഷ്മി ദേവിയുടെ ഒരു കടാക്ഷത്തിന് വേണ്ടി കൊതിക്കുന്ന എത്രയോ ഭക്തന്മാർ, എത്രയോ ദേവന്മാര്, ഈശ്വരന്മാരൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെ പുറകെയൊന്നും അല്ല ദേവി പോകുന്നത്, അല്ലെ? ദേവിക്ക് അവരുടെ പുറകെ പോയാൽ വേണമെങ്കിൽ അവർ ദേവിയെ പൂജിക്കും. പക്ഷെ ദേവിക്ക് അത് വേണ്ട. ദേവി ഭഗവാനെ പൂജിക്കാനായി, ഭഗവാനെ സേവിക്കാനായി ഈ ഗോകുലത്തിൽ തന്നെയാണ് സ്ഥിരമായി വസിക്കുന്നത്. അതുകൊണ്ട് ഈ ഗോകുലം വിജയിച്ചരുളുന്നു. ഈ ഗോകുലത്തില് ഒരു കുറവും ഇല്ല, എല്ലാം സമൃദ്ധമാണ്. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ഗോകുലത്തിലെ ഗോപന്മാരും കുട്ടികളും മറ്റുള്ളവരൊക്കെ തന്നെ അവര് സുഭിക്ഷമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും ഉറങ്ങുണ്ടാവും അവിടെ. പക്ഷെ ഈ ഞങ്ങൾ മാത്രം നോക്കൂ, ഈ ഒരു അവശത ഞങ്ങളുടെ. എന്താ അതിന് കാരണം? ത്വയി ധൃതാസവ. ഇപ്പൊ ഞങ്ങൾ ചെയ്ത ഒരേ ഒരു കുറ്റം, ഇങ്ങനെ വിഷമിക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്ത ഒരേ ഒരു അപരാധം എന്ന് പറയുന്നത് ഞങ്ങളുടെ അസുക്കളെ, ഞങ്ങളുടെ പ്രാണങ്ങളെ ത്വയി ധൃതം, അങ്ങയിൽ ധരിച്ചു. ഞങ്ങളെ അങ്ങയാകുന്ന പ്രാണനിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അങ്ങയെ പ്രാണനായി കരുതുന്നു. അങ്ങയാൽ ധരിക്കപ്പെടുന്നതാണ് ഞങ്ങളുടെ പ്രാണങ്ങൾ. അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രാണങ്ങളെ ഞങ്ങൾ അങ്ങയിലാണ് തൂക്കിയിട്ടിരിക്കുന്നത്. നമ്മളൊക്കെ അത് തന്നെ അവസ്ഥ. നമ്മൾ അറിയുന്നില്ല, പറയുന്നില്ല എന്ന് മാത്രം. വാസ്തവത്തിൽ നമ്മുടെയൊക്കെ പ്രാണൻ ആരാണ് ധരിച്ചു നിൽക്കുന്നത്? നമ്മുടെ ഓരോരുത്തരുടെയും പ്രാണനെ നിലനിർത്തുന്നത് ആരാണ്? യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വദാംന അന്യാൻ ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും അന്ധകരണങ്ങളെയും പ്രാണനെയും എല്ലാം നിലനിർത്തുന്നത് ഭഗവാൻ തന്നെയാണ്. പക്ഷെ നമ്മൾ അത് തിരിച്ചറിഞ്ഞ് എപ്പോഴും ഓർക്കുന്നില്ല. അത് റെക്കഗ്നൈസ് ചെയ്യാണ് വേണ്ടത്. എപ്പോഴും ഓർമ്മിക്കുക, നമ്മളൊക്കെ ഭഗവാനാൽ അല്ലെ, ഭഗവാന്റെ അനുഗ്രഹത്താൽ പ്രാണൻ നിലനിർത്തുന്നവരാണ്. അപ്പൊ ത്വയി ധൃതാസവഃ, അങ്ങയിൽ ധരിക്കപ്പെട്ട പ്രാണനോടുകൂടിയവരാണ് ഞങ്ങൾ. അപ്പൊ അങ്ങയെ ഞങ്ങൾ പ്രാണനായി കരുതിയത് കൊണ്ട് എന്തുണ്ടായി? ഇപ്പോ അങ്ങ് ഞങ്ങളുടെ ദൃശ്യത്തിൽ നിന്ന് ദൂരേക്ക് പോയി, ദൃഷ്ടിയിൽ നിന്ന് ദൂരേക്ക് പോയി. അതുകൊണ്ടാണ് ഇവിടെ ദൃശ്യത എന്നുള്ള പ്രാർത്ഥന. അങ്ങ് ഞങ്ങൾക്ക് അകലേക്ക് പോയതോടുകൂടി ഞങ്ങളുടെ പ്രാണനാണ് ഞങ്ങളിൽ നിന്ന് അകന്നു പോയത്. പ്രാണൻ അകന്നു പോയാൽ എന്തായിരിക്കും അവസ്ഥ? ശരീരത്തിൽ നിന്ന് പ്രാണൻ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു, കഥ കഴിഞ്ഞു. അപ്പൊ മരിക്കാതെ ഇരിക്കേണ്ടി ഞങ്ങൾ ഇത്രയും നേരം പിടിച്ചു നിന്നതാണ്. എങ്ങനെയാ പിടിച്ചു നിന്നതെന്ന് അറിയില്ല. പ്രാണസങ്കടം അല്ലേ, ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയില്ലേ? പ്രാണൻ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമ്പോൾ മരണാസന്നരായിട്ടുള്ള ആളുകളുടെ പ്രാണൻ പുറത്തേക്ക് പോകാനായിട്ട് കുതിക്കും. ആ സമയത്ത് ചില പ്രാണനുകൾ ശരീരത്തിൽ തന്നെ ഇങ്ങോട്ട് പിടിച്ചു വലിക്കും. അങ്ങനെ ഈ പ്രാണൻ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയുണ്ട്. ഉദാനൻ മുകളിലേക്ക് വലിക്കുമ്പോൾ അപാനൻ താഴോട്ട് വലിക്കും. അതിനാണ് ചക്രശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ചില പ്രാണങ്ങളുടെ ശക്തി കൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ ആ ധാരണാശക്തി കൊണ്ട് ഞങ്ങള് എങ്ങനെയോ പിടിച്ചു നിൽക്കുകയാണ്. അങ്ങ് ഞങ്ങളുടെ പ്രാണനാണ്. ആ പ്രാണനായ അങ്ങ് ഞങ്ങളെ വിട്ട് ദൂരേക്ക് പോയതാണ് ഇപ്പൊ ഞങ്ങൾക്ക് വല്ലാത്ത കഷ്ടമായിരിക്കുന്നത്. ഈ കഷ്ടം അങ്ങ് നേരിൽ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ മുമ്പിൽ വരും, അങ്ങ് കാണപ്പെടും. അപ്പൊ ആദ്യം ഞങ്ങളുടെ ഈ ദുരവസ്ഥയൊന്ന് കാണൂ, എന്നിട്ട് അങ്ങ് ഞങ്ങളുടെ മുമ്പിലേക്ക് പ്രത്യക്ഷനാവൂ ദൃശ്യതാം. അപ്പോ ത്വാം വിചിന്വതേ ദിക്ഷു, അങ്ങയെ എല്ലാ ദിക്കുകളിലും ഞങ്ങൾ തിരയുന്നത് കണ്ടില്ലേ? ഈ അർദ്ധരാത്രിയില് ഈ കാട്ടില് എല്ലാ മുക്കിലും മൂലയിലും എല്ലാ വനസ്പതികളോടും മറ്റ്
സസ്യലതാദികളോടും മൃഗങ്ങളോടും എല്ലാം ഞങ്ങൾ ചോദിച്ചുകൊണ്ട് അലയുന്നത് അങ്ങ് കണ്ടില്ലേ? അതുകൊണ്ട് ഹേ ദയിത, അങ്ങ് പ്രിയതമനല്ലേ ഞങ്ങളോട് പ്രിയമില്ലേ അങ്ങയ്ക്ക്? ഞങ്ങൾക്ക് അങ്ങ് പ്രിയതമനാണ്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങ് ഞങ്ങൾക്ക് ദർശനം നൽകി അനുഗ്രഹിച്ചാലും ദൃശ്യതാം. അപ്പോൾ ഈ വൃന്ദാവനം അങ്ങയുടെ സാന്നിധ്യം കൊണ്ട്, ലക്ഷ്മി ദേവിയുടെ നിത്യ സാന്നിധ്യം കൊണ്ടും ഏറ്റവും അധികം ശോഭിക്കുന്നു. ഞങ്ങൾ മാത്രം ഇവിടെ കഷ്ടപ്പെടുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് അങ്ങ് ഞങ്ങളുടെ ഈ അവസ്ഥയൊന്ന് കാണൂ, അങ്ങയെ തെരഞ്ഞു നടക്കുന്ന അവശരായിരിക്കുന്ന ഞങ്ങളെ കാണൂ, എന്നിട്ട് ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷമാവൂ. ജയതി തേധികം ജന്മനാവ്രജ ശ്രയത ഇന്ദിരാ ശശ്വതത്രഹി ദയിത ദൃശ്യതാം ദിക്ഷു താവകാ ത്വയി ധൃതാസവ ത്വാം വിചിന്മതേ. അപ്പോ നിങ്ങൾക്കും നാം മിണ്ടാതെ പോയി കിടന്നുറങ്ങിയാൽ പോരായിരുന്നോ? അല്ലേ? ഗോകുലത്തിലെ മറ്റുള്ളവരെല്ലാം ഉറങ്ങുന്നത് പോലെ നിങ്ങൾക്കും പോയി ആ സമ്പത്തൊക്കെ അനുഭവിച്ച്, ഗോകുലത്തിൽ നല്ല സമ്പത്തൊക്കെ ഉണ്ടല്ലോ, ആ സമ്പത്തൊക്കെ അനുഭവിച്ച് അവിടെ പോയി മിണ്ടാതെ പോയി കിടന്നുറങ്ങൂ എന്നാണെങ്കിൽ ഞങ്ങൾക്കതിന് സാധിക്കുന്നില്ല. കാരണം അങ്ങ് ഞങ്ങളെ അത്രയ്ക്ക് അങ്ങോട്ട് പരവശരാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങ് അപഹരിച്ചെടുത്തിട്ടുണ്ട്. ഞങ്ങളെ വധിക്കുന്നതിന് തുല്യമായിട്ടുള്ള പ്രവൃത്തിയാണ് അങ്ങ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളെ കൊല്ലാകൊല ചെയ്യുകയാണ് എന്ന് പറയാം. ഞങ്ങളെ മോഹിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് രതി നൽകാം എന്നുള്ള വാഗ്ദാനത്തോടുകൂടി ഞങ്ങളെ മോഹിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള അങ്ങയുടെ ദാസികളായ ഞങ്ങളെ ഇനിയും ഉപേക്ഷിക്കല്ലേ എന്ന് പ്രാർത്ഥനയാണ് അടുത്ത ശ്ലോകത്തില്. ശരദുദാശയേ സാധുജാതസ സരസിജോദര ശ്രീമുഷാദൃശ സുരതനാദതേ അശുൽക്കദാസിക വരദ നിഘ്നദോ നേഹ കിം വദഃ. ശരദുദാശയേ സാധുജാതസ സരസിജോദര ശ്രീമുഷാദൃശ സുരതനാദതേ അശുൽക്കദാസിക വരദ നിഘ്നദോ നേഹ കിം വദഃ. ഭഗവാന്റെ ആ ദൃശ എന്ന് പറയുന്നത് ദൃഷ്ടി കൊണ്ട് ഞങ്ങളെ ഹനിച്ചിരിക്കുകയല്ലേ അങ്ങ്. വദഃ ന കിം, കണ്ണുകൊണ്ട് വധിച്ചിരിക്കുകയാണ് ഭഗവാൻ. എങ്ങനെ? കണ്ണുകൊണ്ട് അവരുടെ ഹൃദയത്തെ അപഹരിച്ച് അല്ലേ അവരെ വധിച്ചതിന് തുല്യമാണ് ഇവിടെ. അവരൊക്കെ ഇപ്പൊ ജീവച്ഛവങ്ങൾ പോലെയാണ്. കാരണം അവർക്ക് ഹൃദയവുമില്ല. ആ ഹൃദയം ആര് കൊണ്ടുപോയി? ഭഗവാൻ കൊണ്ടുപോയി. എങ്ങനെ കൊണ്ടുപോയത്? കണ്ണുകൊണ്ട് ചൂണ്ടിയെടുത്തു, കൊത്തിയെടുത്തു എന്ന് പറയാം. അപ്പോ ഭഗവാന്റെ ആ ദൃഷ്ടിയുടെ മനോഹാരിതയാണ് ഇവിടെ പറയുന്നത്. ശരദുദാശയെ സാധുജാത സത്സരസിജോദര ശ്രീമുഷാ ദൃശ. അദൃശ എന്നുള്ളതിന്റെ വിശേഷണമാണ് ശ്രീമുഷാ ദൃശ. എന്തിന്റെ ശ്രീയെ മോഷിക്കുന്നത്? ശരദുദാശയെ. ശരത് എന്ന് പറഞ്ഞാൽ ശരത്കാലം, ഉദാശയം ജലാശയം, ഉദ എന്ന് പറഞ്ഞാൽ ഉദകം. അപ്പൊ ശരത്കാലത്തിലെ ഉദകാശയത്തിലെ അഥവാ ജലാശയത്തിലെ സരസ്സുകളിലെ സാധുജാത സത്സരസിജ ഉദര ശ്രീമുഷ. സാധുജാതം എന്ന് പറഞ്ഞാൽ നന്നായി വന്നത്, നന്നായി വികസിച്ചത്. അപ്പൊ നന്നായി വികസിച്ചതായിട്ടുള്ള സത്സരസിജം എന്ന് പറഞ്ഞാലോ ഏറ്റവും മനോഹരമായ താമര. ഒരു കേടുപാടുകളും ഇല്ലാത്ത അതിമനോഹരമായിട്ടുള്ള താമരയാണ് സത്സരസിജം. അതിന്റെ ഉദരം എന്ന് പറഞ്ഞാൽ ഉൾഭാഗം, അന്തർഭാഗം, അതിന്റെ ശ്രീശോഭ, അതിനെ മുഷിക്കുന്നത്, മോഷിക്കുന്നത്, അപഹരിക്കുന്നത് ശ്രീമുഷ. സ്ത്രീയെ മോഷിക്കുന്നതായിട്ടുള്ള, അപഹരിക്കുന്നതായിട്ടുള്ള ദൃശ അങ്ങയുടെ ദൃഷ്ടി കൊണ്ട്, നേത്രം കൊണ്ട് അങ്ങ് നിഗ്നതഃ ഇഹ വദഃ ന കിം എന്നാ ചോദിക്കുന്നത്. അങ്ങ് ഞങ്ങളെ നിഗ്നതഃ തവ എന്നാണ്, നിഹനിക്കുന്നവനായ അങ്ങയുടെ ഈ പ്രവൃത്തി. നിഗ്നതഃ എന്നുള്ളത് നിഗ്നതഃ തവ എന്ന് ചേർത്ത് വായിക്കണം.
നിഹനിക്കുന്നവന്റെ ഷഷ്ടി വിഭക്തിയാണ്. അപ്പൊ നിഗ്നത തവ അയം പ്രവൃത്തി വധഹന കിം എന്നർത്ഥം. ഇത് ഒരു കൊല ചെയ്യലല്ലേ, ഞങ്ങളെ കൊല്ലുന്നതിന് തുല്യമല്ലേ ഈ പ്രവൃത്തി? ആരാണ് ഞങ്ങള്? അങ്ങയുടെ അശുൽക്കദാസികാഹ. അശുൽക്കദാസികാഹ എന്ന് പറഞ്ഞാലോ, ശുൽക്കം എന്ന് പറഞ്ഞാൽ പ്രതിഫലം, അതിന്റെ രാഹിത്യമാണ് അശുൽക്ക പ്രയോഗം. ശുൽക്കമില്ലാതെ യാതൊരു പ്രതിഫലവും കാക്ഷിക്കാതെ അങ്ങേക്ക് വേണ്ടി ദാസ്യം ചെയ്യുന്നവരല്ലേ ഞങ്ങൾ. അങ്ങേക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത ദാസികളായിട്ടുള്ള ഞങ്ങളോട് ഈ പണി വേണോ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ അങ്ങ് ആരാണ്? സുരതനാഥനാണ്. സുരതനാഥൻ എന്നാൽ ആനന്ദം നൽകുന്നവൻ, സുഷ്ടുവായ രതിയെ നൽകുന്നതിൽ ശക്തനായിരിക്കുന്നവൻ, നല്ല ആനന്ദം നൽകാൻ സമർത്ഥനായിരിക്കുന്നവൻ സുരതനാഥൻ. അങ്ങ് ഞങ്ങൾക്ക് വരദനുമാണ്. എല്ലാ അഭീഷ്ടങ്ങളെയും നൽകാൻ കഴിവുള്ളവനാണ്, വരദനാണ് അങ്ങ്. അങ്ങനെയുള്ള അങ്ങയുടെ തേ അശുൽക്കദാസികാഹ വയം, അങ്ങേക്ക് വേണ്ടി ഒന്നും പ്രതീക്ഷിക്കാതെ നിഷ്കാമമായിട്ട് ദാസ്യപ്രവൃത്തി ചെയ്യാൻ തയ്യാറുള്ളവരായ ഞങ്ങളെ നിഗ്നത തവ ഹനിക്കുന്നതായിട്ടുള്ള ഈ പ്രവൃത്തി വധഹനകിം, ഒരു ഹിംസ തന്നെയല്ലേ, ഞങ്ങളെ വധിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അങ്ങ് ഞങ്ങളെ അങ്ങയുടെ മനോഹരമായ ദൃഷ്ടികളെ കൊണ്ട് ഞങ്ങളെ മോഹിപ്പിച്ച് ഞങ്ങൾക്ക് സന്തോഷം നൽകുന്നവൻ എന്ന് ഭാവിച്ച് ഞങ്ങളെ ഇവിടേക്ക് പെരുവഴിയിലേക്ക് കൊണ്ടുവന്നു. ഈ എന്താ പറയുക, രാത്രി നേരത്ത് ഈ വൃന്ദാവനത്തിൽ കാട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഇവിടെ ഞങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നത് ഒരു തരം വധമാണ്. ഇപ്പൊ ഞങ്ങൾക്ക് എന്താ പറയുക, പ്രാണൻ പോയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, ശ്വാസം അല്ലേ, അവസാനത്തെ ശ്വാസം വിട്ടുകൊണ്ടിരിക്കുന്നത് പോലെയുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് പ്രസാദിക്കണം, ഞങ്ങളെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്, ഞങ്ങൾ അങ്ങയുടെ അശുൽക്കദാസികകളാണ് എന്ന് പറയുന്നതിലൂടെ ആ ദാസ്യം എന്നുള്ളതായിട്ടുള്ള ഭക്തിയുടെ ഭാവത്തെയും പ്രകടിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അശുൽക്കദാസികാഹ എന്ന് പറയുന്നതിലൂടെ ഞങ്ങൾക്ക് ദർശനം കിട്ടിയാൽ മാത്രം മതി, വേറൊന്നും വേണ്ട എന്നാണ് അവർ പറയുന്നതിന്റെ താല്പര്യം. ദൃശ്യതാം എന്ന് പൂർവ്വ ശ്ലോകത്തിൽ പറഞ്ഞില്ലേ, അതാണ് പ്രാർത്ഥന. അല്ലാതെ വന്നിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും തരൂ എന്നുള്ള ഡിമാൻഡുകളൊന്നുമില്ല. അങ്ങയെ ബുദ്ധിമുട്ടിക്കില്ല. അങ്ങൊന്ന് വന്ന് ദർശനം നൽകിയാൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രാണൻ ശാന്തമായിക്കോളും, ഞങ്ങളുടെ മനസ്സുകൾ സ്വസ്ഥമായിക്കോളും. അങ്ങയുടെ സാന്നിധ്യം മതി, അങ്ങയെ ദർശിച്ചാൽ മാത്രം മതി, ഞങ്ങൾ അങ്ങയിൽ നിന്നൊന്നും ചോദിക്കുന്നില്ല. അപ്പൊ ആ ഒരു എന്താ പറയുക, നിഷ്കാമമായിട്ടുള്ള ഭക്തിയുടെ, ദാസ്യഭക്തിയുടെ അല്ലെ, ഒരു യഥാർത്ഥ ദാസൻ സ്വാമിയിൽ നിന്നൊന്നും പ്രതീക്ഷിക്കില്ല. ഹനുമാൻ സ്വാമി ശ്രീരാമസ്വാമിയുടെ ദാസനായിരുന്നു. എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണോ ലങ്കയിൽ പോയി കഷ്ടപ്പെട്ടതൊക്കെ? ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു യഥാർത്ഥ ദാസൻ സ്വാമിയിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കില്ല. അപ്പൊ അതുപോലെ ഞങ്ങൾ അങ്ങയുടെ ദാസികളാണ്, അങ്ങയിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങയെ കാണാൻ മാത്രമേ വേണ്ടൂ. അതിനുവേണ്ടി ഞങ്ങളുടെ ഹൃദയം തുടിക്കുന്നു. അങ്ങ് ഞങ്ങളെ മോഹിപ്പിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നതല്ലേ. അങ്ങനെയല്ലേ ഞങ്ങളുടെ ഉറക്കമൊക്കെ പോയി. ഇന്നലെ രാത്രിയൊക്കെ ഞങ്ങൾ സുഖമായി ഉറങ്ങിയതായിരുന്നു. അങ്ങ് സന്ധ്യാവേളയിൽ ആ ഓടക്കുഴൽ വിളിച്ചത് കൊണ്ടല്ലേ ഞങ്ങൾ വന്നത്. ഇന്നലെയും മിനിഞ്ഞാന്നും അതിന്റെ മുമ്പുള്ള ദിവസങ്ങളൊക്കെ ഞങ്ങൾ വീട്ടിൽ തന്നെ ഉറങ്ങിയവരായിരുന്നു. അപ്പൊ ഇന്നിപ്പോ ഞങ്ങളെ ഈ അവസ്ഥയിലാക്കിയത് അങ്ങ് തന്നെയാണ്. അതുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷനായാലും എന്നുള്ള പ്രാർത്ഥനയാണ്. ഇവരുടെ ആ പരവശതയെ അവര് പ്രകടിപ്പിക്കുകയാണ്. ശരദുദാശയേ സാധുജാത സരസിജോദര ശ്രീമുഷാദൃശ സുരതനാദത്തെ അശുൽക്കദാസിക വരദ നിഘ്നദോ നേഹ കിം വദ. ഇനി മുമ്പ് അങ്ങ് എത്ര വലിയ ആപത്തുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചിട്ടുണ്ട്. അന്ന് തന്നെ ഞങ്ങളെ അങ്ങ് കൊന്നു കളഞ്ഞാൽ മതിയായിരുന്നില്ല, അങ്ങേക്ക് ഞങ്ങളെ കൊല്ലണമെങ്കിൽ അല്ലേ? അന്ന് തന്നെ ഞങ്ങളെ മരിക്കാൻ അനുവദിച്ചാൽ മതിയായിരുന്നു. അങ്ങ് കൊല്ലൊന്നും വേണ്ട. ആരൊക്കെയോ ഞങ്ങളെ കൊല്ലാനായിട്ട് വന്നു, അവർക്ക് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ ഞങ്ങളുടെ പണി അന്നേ കഴിഞ്ഞു. ഞങ്ങൾ ഇപ്പൊ കിടന്ന് ഈ
വിഷമങ്ങളൊന്നും അനുഭവിക്കേണ്ട കാര്യമില്ലായിരുന്നു. അപ്പൊ അന്ന് ഞങ്ങളെ രക്ഷിച്ചു, ഇന്നിപ്പോ ഞങ്ങളെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് ന്യായമോ? അതാണ് അടുത്ത ചോദ്യം. വിഷജലാപ്യയാത് വ്യാളരാക്ഷസാത് വർഷമാരുതാത് വൈദ്യുതാനലാത് വിഷമയാത്മജാത് വിശ്വതോ ഭയാത് ഋഷഭത്തെ വയം രക്ഷിതാമുഹു. വിഷജലാപ്യയാത് വ്യാളരാക്ഷസാത് വർഷമാരുതാത് വൈദ്യുതാനലാത് വൃഷമയാത്മജാത് വിശ്വതോ ഭയാത് ഋഷഭത്തെ വയം രക്ഷിതാമുഹു. ഇപ്പൊ മുമ്പ് മുഹുഹു വയം തേ രക്ഷിത, തേ എന്ന് പറഞ്ഞാൽ ത്വയാ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ മുഹു വീണ്ടും വീണ്ടും പല പ്രാവശ്യം വയം രക്ഷിതാഹ, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു. ആരാൽ? ത്വയാ തേ. ഹേ ഋഷഭ, അങ്ങ് ഋഷഭനാണ്, അങ്ങ് ശ്രേഷ്ഠനാണ്, യോഗ്യനാണ്. അപ്പൊ അങ്ങയുടെ ഋഷഭത്തരം കളഞ്ഞു കുളിക്കല്ലേ. ഋഷഭനായതുകൊണ്ടാണ്, എന്ന് വെച്ചാൽ ശ്രേഷ്ഠനായതുകൊണ്ടാണ് ആപത്തിൽപ്പെട്ട ബന്ധുക്കളെ അങ്ങ് രക്ഷിച്ചത്. ഇപ്പോഴും അങ്ങയുടെ ധർമ്മം അതാണ്. അതല്ലെങ്കിൽ അങ്ങയുടെ ഋഷഭ നാമം പോയി കിട്ടും, അങ്ങേക്ക് ചീത്തപ്പേരുണ്ടാവും. ഇവനെയൊക്കെ ആരാ ഋഷഭൻ എന്ന് വിളിച്ചതെന്ന് പിന്നീട് ആളുകൾ ചോദിക്കും. അതുകൊണ്ട് ഹേ ഋഷഭ, ഹേ ശ്രേഷ്ഠനായിരിക്കുന്നവനെ, മുമ്പ് ഞങ്ങളെ രക്ഷിച്ചതുപോലെ ഇപ്പോഴും ഞങ്ങളുടെ ഈ ദൈന്യത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചാലും. ഞങ്ങൾ എത്ര പരവശരാണ് നോക്കൂ. ഈ രാത്രിയിൽ ഈ കാട്ടിൽ വന്ന് അങ്ങയെ തെരഞ്ഞ് എന്താ പറയുക കഷ്ടപ്പെടുന്നത് അങ്ങ് കാണുന്നില്ലേ? അപ്പൊ മുമ്പ് എവിടെ നിന്നൊക്കെ രക്ഷിച്ചത്? വിഷജലാപ്യയാത്. വിഷജലാപ്യയാത്, വിഷജലം, കാളിന്തിയിലെ ജലത്തെ മുഴുവൻ വിഷമയമാക്കിയപ്പോൾ ആ വിഷജലം കുടിച്ച് അനേക ഗോപന്മാരും അനേക പശുക്കളും എല്ലാം മരിച്ചതായിരുന്നു. അവരെയെല്ലാം ഭഗവാന്റെ അമൃതവർഷം പൊഴിക്കുന്ന കടാക്ഷം കൊണ്ട് പുനർജീവിപ്പിച്ചു. അപ്പൊ വിഷജലം നിമിത്തമുള്ള അപ്യയം, അപ്യയം എന്ന് പറഞ്ഞാൽ നാശം. ആ വിഷജലം നിമിത്തമുള്ള നാശത്തിൽ നിന്ന് ഗോകുലത്തെ രക്ഷിച്ചവനല്ലേ അങ്ങ്. അന്ന് അവരൊക്കെ മരിച്ചു പോയിരുന്നെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഭർത്താക്കന്മാരോ സഹോദരന്മാരോ അല്ലേ, അച്ഛന്മാരോ മക്കളോ ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ? ഞങ്ങളൊക്കെ വിധവകളായും മറ്റുമൊക്കെ കഷ്ടപ്പെടുന്നുണ്ടാവില്ലേ? ഞങ്ങളുടെ സമ്പത്തായ പശുക്കൾ മുഴുവൻ ആ വിഷജലം കുടിച്ച് മരിച്ചു പോയിരുന്നെങ്കിലോ? മാത്രമല്ല, എന്നേക്കുമായിട്ട് ആ കാളിന്തിയെ വിഷമുക്തമാക്കിയില്ലേ? ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ആ കാളിന്തി ജലം പാനം ചെയ്യാൻ ഒരു പ്രയാസമില്ലല്ലോ. അപ്പൊ അങ്ങനെ ആ കാളിയന്റെ വിഷമയമായിട്ടുള്ള ആ കാളിന്തിയിൽ നിന്നും ആ വിഷം ബാധിച്ച് മരിച്ചതായിട്ടുള്ള ആളുകളെയും എല്ലാവരെയും അങ്ങ് രക്ഷിച്ചു. ആ കാളിയനിൽ നിന്ന് അങ്ങേക്ക് ഞങ്ങളെ രക്ഷിക്കാൻ ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. പിന്നെ വ്യാളരാക്ഷസാത്, വ്യാളരാക്ഷസൻ അഘാസുരൻ. വ്യാളി പാമ്പാണ്. അഘാസുരൻ നമ്മുടെ പെരുമ്പാമ്പിന്റെ രൂപത്തിൽ വന്നില്ലേ? ആ ഗുഹ പോലെ വായും പൊളിച്ചു നിന്ന് ഗോപകുമാരന്മാരെല്ലാവരും അതിലേക്ക് കയറിപ്പോയി. എല്ലാവരും അതിൻ്റെ അകത്ത് മരിച്ചു വീണത് തന്നെയാണ്. അപ്പൊ ആ ഗോപകുമാരന്മാരെ മുഴുവൻ വീണ്ടും ഭഗവാൻ ആ അഘാസുരന്റെ വായിൽ പ്രവേശിച്ച് അവരെയെല്ലാം ജീവിപ്പിച്ച് അഘാസുരനെയും വധിച്ച് അവരെ രക്ഷിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ഗോകുലത്തെ രക്ഷിച്ചു. വ്യാളരാക്ഷസാത്, അഘാസുരനിൽ നിന്നും. വർഷമാരുതാത്, വർഷത്തിൽ നിന്നും മാരുതനിൽ നിന്നും. വെച്ചാൽ ഇന്ദ്രൻ കോപിച്ച് പെരുമഴ പെയ്ത് ഗോകുലത്തെ മുഴുവൻ പ്രളയത്തിൽ ആഴ്ത്താനായിട്ട് ശ്രമിച്ചതായിട്ടുള്ള സമയത്ത് അങ്ങ് ഗോവർദ്ധനോദ്ധാരണം ചെയ്ത് ഞങ്ങളെ 7 ദിവസം സുരക്ഷിതരായി അല്പം പോലും ഒരു വിഷമവുമില്ലാതെ ആ കൊടും മഴയിൽ നിന്നും അതുപോലെയുള്ള കൊടുങ്കാറ്റിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചില്ലേ? വർഷമാരുതാത് രക്ഷിതാഹ വയം. വൈദ്യുതാനലാത്, ആ ഇടിമിന്നലും ആ സമയത്ത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. വിദ്യുത്ത് അതുപോലെ അനല ശബ്ദം കൊണ്ട് 2 പ്രാവശ്യം ഞങ്ങളെ കാട്ടുതീയിൽ നിന്ന് രക്ഷിച്ചു.
അപ്പൊ വിദ്യുത്തിൽ നിന്നും അനലനിൽ നിന്നും ഞങ്ങളെ പല പ്രാവശ്യം രക്ഷിച്ചു. വൃഷമയാത്മജാത്, വൃഷമയാത്മജാത് എന്നുള്ളത് രണ്ട് അസുരന്മാരെ സൂചിപ്പിക്കുന്നതാണ്. വൃഷാത്മജാത്, മയാത്മജാത്. വൃഷാത്മജനാണ് വത്സാസുരൻ എന്നുള്ളതായിട്ടുള്ള അസുരൻ. അതുപോലെ മയാത്മജൻ വ്യോമാസുരനാണ്. അപ്പോൾ വ്യോമാസുരനായിട്ടും, അത് വ്യോമാസുരന് വരാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ അതോ ഇനി ആ കഥ നേരത്തെ കഴിഞ്ഞോ എന്നും അറിയില്ല. ഇതൊക്കെ എന്താ പറയുക, ഈ കഥകളെല്ലാം തന്നെ ക്രോണോളോജിക്കൽ ഓർഡറിൽ എന്നുവെച്ചാൽ കാലക്രമത്തിൽ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ മയപുത്രനായിട്ടുള്ള വ്യോമാസുരൻ ഗോകുലത്തിൽ വന്ന് ഇവരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നതായിട്ടുള്ള കഥ തന്നെ ഒരു 36-ാം അധ്യായത്തിലോ 37-ാം അധ്യായത്തിലോ വരും. കേശി, വ്യോമൻ മുതലായിട്ടുള്ള അസുരന്മാരുടെ വരവ്. വ്യോമാസുരൻ എന്താ പറയുക, കള്ളനും പോലീസും കളിക്കുന്ന മാതിരി ഇവരെയൊക്കെ ഗോപകുമാരന്മാരെയൊക്കെ കൊണ്ടുപോയിട്ട് ഗുഹയിൽ അടച്ച് കൊല്ലാനായിട്ട് ശ്രമിച്ചതും മറ്റുമൊക്കെ ആയിട്ടുള്ള കഥയാണ്. അപ്പോൾ വൃഷപുത്രനായ വത്സാസുരനിൽ നിന്ന്, വത്സാസുരനെ നേരത്തെ വധിച്ചു. വൃന്ദാവനത്തിലെ ആദ്യത്തെ വധം വത്സാസുര വധമാണ്. അതുപോലെ വ്യോമാസുരനിൽ നിന്നും വൃഷമയാത്മജാത്, അതുപോലെ വിശ്വതോ ഭയാത്. വിശ്വതോ ഭയാത് എന്ന് പറഞ്ഞാൽ സർവതോ ഭയാത്, എല്ലാ ഭയത്തിൽ നിന്നും, സകല ഭയങ്ങളിൽ നിന്നും. ഹേ ഋഷഭ, തേ ത്വയാ വയം രക്ഷിതാഹ മുഹുഹു, ഞങ്ങൾ വീണ്ടും വീണ്ടും രക്ഷിക്കപ്പെട്ടു. ഇതിലിപ്പോൾ എല്ലാം എടുത്തു പറഞ്ഞില്ല, ചിലത് മാത്രമേ പറഞ്ഞുള്ളൂ. മതി, ധാരാളമായി ഉപലക്ഷണമായിട്ട് അത് പറഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ എക്സെട്ര എക്സെട്ര. അപ്പൊ ഇങ്ങനെ ഞങ്ങളെ എല്ലാ വിഷമങ്ങളിൽ നിന്നും പല പ്രാവശ്യം രക്ഷിച്ചില്ലേ അല്ലേ? കുന്തിദേവി പറഞ്ഞ പോലെ തന്നെ കുന്തിദേവിയും പറഞ്ഞു, വിഷാദ് മഹാഗ്നേഹേ പുരുഷാദ ദർശനാദ് മഹത്സബ് അസത്സഭായാഹ വനവാസകൃത്സ്രതഃ മൃദേ മൃദേ അനേക മഹാരജാസ്ത്രതോ ദ്രൗണ്യസ്ത്രതശ്ചാസ്മഹരേ വിരക്ഷിതാഃ. കുന്തിസ്തുതിയിൽ കുന്തിദേവി തങ്ങളെ രക്ഷിച്ച, പാണ്ഡവന്മാരെ രക്ഷിച്ച കഥ ഓർക്കുന്നുണ്ട്. ഇവിടെ ഗോപികമാര് തങ്ങളെ ഗോകുലത്തെ തന്നെ ഭഗവാൻ പല പ്രാവശ്യം രക്ഷിച്ച കഥ കൃതജ്ഞതയോടെ ഓർക്കുന്നു. നമ്മൾക്കും ഓർക്കാനുണ്ടാവും ഇഷ്ടം പോലെ. നമ്മളെ നമ്മുടെ ഗർഭത്തിൽ, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് രക്ഷിച്ചതും, പ്രസവ സമയത്ത് രക്ഷിച്ചതും, അതിനുശേഷം ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും നമ്മളെ രക്ഷിച്ചതും, ഏതൊക്കെ ആപത്തുകളിൽ നമ്മൾ പെട്ടുപോകാമായിരുന്നു, എല്ലാ ആപത്തിൽ നിന്നും നമ്മളെ രക്ഷിച്ച് നമ്മളെ ഇതുവരയ്ക്ക് രക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഭഗവാനാണ്. ഇനിയും രക്ഷിക്കാൻ പോകുന്നതും ആ ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാനോട് നമ്മളോട് ദയ കാണിച്ച് ആ ഭഗവാന്റെ ദർശനം നൽകാനായിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഞങ്ങളെ ഇങ്ങനെ ഈ വനത്തിൽ അനാഥകളെ പോലെ ഉപേക്ഷിച്ച് കളയരുത്. ഞങ്ങളെ രക്ഷിക്കാനായിട്ട് രക്ഷകനായി, നാഥനായി ഞങ്ങളുടെ സമീപത്തേക്ക് വരൂ വരൂ എന്ന് പ്രാർത്ഥിക്കണം. വിഷജലാപ്യയാത്യാളരാക്ഷസാത് വർഷമാരുതാത് വൈദ്യുതാനലാത് വൃഷമയാത്മജാത് വിശ്വതോ ഭയാത് ഋഷഭത്തെ വയം രക്ഷിതാമുഹു. ന ഖലു ഗോപികാ നന്ദനോ ഭവാൻ അഖില ദേഹിനാമന്തരാത്മദൃക് വിഗണസാർത്തിതോ വിശ്വഗുപ്തയേ സഖ ഉദേയിവാൻ സാത്വതാം കുലീം. ന ഖലു ഗോപികാ നന്ദനോ ഭവാൻ അഖില ദേഹിനാമന്തരാത്മദൃക് വിഗണസാർത്തിതോ വിശ്വഗുപ്തയേ സഖ ഉദേയിവാൻ സത്വതാം കുലീ. അതെ, കാവ്യഭംഗിയും നല്ലോണമുള്ളൊരു ഗീതമാണ് ഗോപികാഗീതം. ദ്വിതീയാക്ഷര പ്രാസം എന്ന് പറയുന്ന ആ പ്രയോഗമാണ് ഇവിടെ പ്രാസപ്രയോഗം. ദ്വിതീയാക്ഷരം എന്ന് പറഞ്ഞാൽ ഓരോ വരിയിലും രണ്ടാമത്തെ അക്ഷരം സെയിം ആയിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. ഏത് ശ്ലോകം എടുത്ത് നോക്കിയാലും കാണാം അത് അതിൻ്റെ
രണ്ടാമത്തെ അക്ഷരങ്ങൾ സെയിമാണ്. അതിനാണ് ദ്വിതീയാക്ഷര പ്രാസം എന്ന് പറയുന്നത്. എല്ലാ ശ്ലോകത്തിലും ഉണ്ട് മിക്കവാറും. അതെ. പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ മാത്രം ചെറിയ വ്യത്യാസമുണ്ട്. 14 അങ്ങോട്ടും മാറിയിട്ടുണ്ട്. 15 മാറ്റമുണ്ട്. മാറ്റം ചെറുതായിട്ട് ഇടയ്ക്കൊക്കെ ഉണ്ട്. ബാക്കി മിക്കവാറും എല്ലാറ്റിലും ദ്വിതീയാക്ഷരപ്രാസം. നമുക്ക് നോക്കാം. നഖലു ഗോപികാനന്ദനോ ഭവാൻ അഖില ദേഹിനാമന്തരാത്മദൃക്. ഭഗവാനെ കുറിച്ച് ഗോപികമാര് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതിന്റെ മറ്റൊരു തെളിവ് മുമ്പുള്ള പല സന്ദർഭങ്ങളിലും പറഞ്ഞു. ഇതാ വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നു, ഭവാൻ ഗോപികാനന്ദനഃ നഖലു. ഭവാൻ അങ്ങ് ഗോപികാനന്ദനഃ നഖലു. ആ ഗോപികാനന്ദനല്ലല്ലോ, അങ്ങ് യശോദാപുത്രനല്ല. പിന്നെയോ അങ്ങ് ആരാണ്? അഖില ദേഹിനാം അന്തരാത്മദൃക്. സകല ദേഹികളുടെയും എല്ലാ ശരീരികളുടെയും സകല പ്രാണികളുടെയും അന്തരാത്മദൃക്, അന്തരാത്മാവിന്റെ സാക്ഷിയാണ്. എല്ലാവരുടെ ഉള്ളിലും ആത്മസ്വരൂപമായി സാക്ഷിയായി കുടികൊള്ളുന്ന ചൈതന്യമാണ് അങ്ങ്. അല്ലാതെ അങ്ങ് ഗോപികയുടെ യശോദയുടെ പുത്രനല്ല, യശോദയുടെ ഗർഭത്തിൽ നിന്ന് വന്നവനല്ല. എല്ലാവരുടെ ഉള്ളിലും അന്തരാത്മാവായിരിക്കുന്നു അങ്ങ്. അപ്പോൾ ഭഗവാന്റെ ആ പരമാത്മഭാവത്തെ എടുത്തു പറയണം. അങ്ങ് നിസാരനായിട്ടുള്ള ഒരു പ്രാകൃത ജീവനല്ല, യശോദയുടെയോ നന്ദന്റെയോ മകനായിട്ടുള്ള ഒരു ഗോപാല ബാലനല്ല, പിന്നെയോ സാക്ഷാൽ പരമാത്മാവ് തന്നെയാണ്. സകല ചരാചരങ്ങളുടെയും ആത്മാവായി അവരുടെയൊക്കെ സാക്ഷിയായി ഉള്ളിൽ ചൈതന്യമായി കുടികൊള്ളുന്നു അങ്ങ്. പിന്നെ എന്തിനാ ഇപ്പൊ ഇവിടെ ഈ രൂപത്തിൽ വന്നത് എന്നാണെങ്കിൽ, വിഗണസാർത്ഥിതോ വിശ്വഗുപ്തയേ സഖ ഉദയിവാൻ സാത്വതാം കുലേ. അങ്ങ് ഇവിടെ സാത്വതാം കുലേ ഉദയിവാൻ, സാത്വതാം കുലേ യാദവാനാം കുലേ. സാത്വതന്മാർ യാദവന്മാരിലൊരു വിഭാഗം. അപ്പോ ആ യാദവന്മാരുടെ കുലത്തിൽ, ഈ വംശത്തിൽ, ഈ യദുവംശത്തിൽ ഉദയിവാൻ ഉദയം ചെയ്തു, ഉത്ഭവിച്ചു വന്നു, ജാതനായി വന്നു. എന്തിനായിക്കൊണ്ട്? വിശ്വഗുപ്തയെ, വിശ്വത്തെ ഗോപനം ചെയ്യാൻ, ലോകത്തെ രക്ഷിക്കാനായിക്കൊണ്ട്. ആരാൽ പ്രാർത്ഥിതനായിട്ട്? വിഗനസാ അർത്ഥിത. വിഗനസ എന്ന് പറഞ്ഞാല് ബ്രഹ്മദേവനാൽ എന്നർത്ഥം. വിഘനസ് എന്ന് ബ്രഹ്മദേവന്റെ പര്യായമാണ് വിഘനസ്. അതിന്റെ തൃതീയ വിഘനസ, ബ്രഹ്മദേവനാൽ. വിഘനസ് എന്നുള്ള ശബ്ദം പ്രഥമയിൽ പറയുമ്പോൾ വിഘനഹ, മനസ്സ് എന്നുള്ളത് മനഹ എന്ന് പറയും പോലെ അസകാരം പോകും. എന്നിട്ട് വിഘനഹ എന്ന് പ്രഥമയിൽ പറയും. പിന്നെ ബാക്കിയുള്ള വിഭക്തിയിലൊക്കെയാണ് സകാരം കയറി വരിക. രണ്ട് ബ്രഹ്മാക്കൾ എന്ന് പറയണമെങ്കിൽ വിഘനസൗ എന്ന് പറയും. ബഹുവചനമാണെങ്കിൽ വിഘനസഹ. അപ്പോൾ അതിന്റെ തൃതീയയാണ് ഇവിടെ വിഘനസ, ബ്രഹ്മദേവനാൽ. അപ്പോൾ ബ്രഹ്മദേവനാൽ അർത്ഥിത, പ്രാർത്ഥിത. അപ്പൊ ബ്രഹ്മദേവൻ പാലാഴി തീരത്ത് ചെന്ന് ഭൂമിയുടെ ഭാരം തീർക്കാനായിട്ട്, ദുഷ്ടന്മാരെയൊക്കെ നിഗ്രഹിക്കാനായിക്കൊണ്ട്, വിശ്വത്തെ രക്ഷിക്കാനായിക്കൊണ്ട് പ്രാർത്ഥിച്ചു, മറ്റ് ദേവന്മാരോടൊക്കെ കൂടി ചേർന്ന്. അതുകൊണ്ട് ബ്രഹ്മദേവനാൽ അർത്ഥിക്കപ്പെട്ട് ലോകനന്മയ്ക്കായി, ലോകരക്ഷയ്ക്കായിക്കൊണ്ട് അങ്ങ് ഈ സാത്വത കുലത്തിൽ ഉത്ഭവിച്ചു വന്നവനല്ലേ ഹേ സഖേ എന്നാ വിളിക്കുന്നത്. സഖ എന്നുള്ളത് സഖേ എന്നാണ്. അത് ഏകാരം ലോപിച്ചു പോയതാണ്, ഉകാരം വന്നതുകൊണ്ട്. ഉദയിവാൻ എന്നുള്ളതിലെ സ്വരാക്ഷരമാണ് ഉകാരം. അപ്പോ ഏകാരം കഴിഞ്ഞ് അടുത്ത് സ്വരാക്ഷരം വന്നാൽ ഏകാരം ലോപിച്ചു പോകും. അങ്ങനെ സഖ ആയി മാറി. ഇവിടെ സഖ എന്നല്ല സഖേ
ഹേ സഖേ, അല്ലയോ സഖാവേ, അല്ലയോ കൂട്ടുകാരാ. അപ്പൊ ഇവിടെ സഖ്യഭാവം പ്രകടിപ്പിക്കുന്നു, സഖ്യഭക്തി അല്ലെ. ഗോപികമാരുടെ ഭക്തിയുടെ പല ഭാവങ്ങളാണത്. ദാസ്യഭക്തി, സഖ്യഭക്തി മുതലായിട്ടുള്ള ഓരോരോ ഭാവങ്ങൾ. അപ്പോ ഹേ സഖേ, അങ്ങ് വിശ്വഗുപ്തയെ വികനസാർപ്പിത സാത്വതാങ്കുലേ ഉദയിവാൻ. അപ്പോ അങ്ങ് എല്ലാവരുടെയും അന്തരാത്മാവിന് സാക്ഷിയാണല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയം കാണുന്നില്ലേ അങ്ങ്? ഞങ്ങളുടെ താപം അങ്ങ് അറിയുന്നില്ലേ? ഞങ്ങൾക്ക് അങ്ങയോടുള്ളതായിട്ടുള്ള സ്നേഹം എത്രയാണെന്ന് അങ്ങേക്ക് അറിഞ്ഞുകൂടെ? അപ്പൊ അങ്ങ് മനസ്സിലാക്കിയിട്ട് ഞങ്ങളുടെ മുമ്പിൽ വന്നുകൂടെ? ഞങ്ങൾ എത്ര കൊതിക്കുന്നു അങ്ങയുടെ ദർശനത്തിനായിക്കൊണ്ട് എന്ന് താല്പര്യമാ രണ്ടാമത്തെ വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ അങ്ങ് വിശ്വത്തെ തന്നെ രക്ഷിക്കാൻ വന്ന ആളുമാണ്. അപ്പൊ പിന്നെ അങ്ങയുടെ ഭക്തകളായിരിക്കുന്ന, അങ്ങയുടെ സഖാത്തികളായിരിക്കുന്ന അല്ലെ, സഖികളായിരിക്കുന്ന ഞങ്ങളെ ഉപേക്ഷിക്കാമോ? അങ്ങ് വിശ്വഗുപ്തിക്കായിട്ട് അവതരിച്ച ആള്, അങ്ങേക്ക് പ്രിയപ്പെട്ടവരായ, അങ്ങയെ മാത്രം സ്നേഹിക്കുന്നവരായ ഞങ്ങളുടെ കാര്യം കൂടി അങ്ങ് പരിഗണിക്കണ്ടേ, ഞങ്ങളെയും രക്ഷിക്കണ്ടേ എന്നും വിശ്വഗുപ്തയെ എന്നും സഖേ എന്നും വിളിക്കുന്നതിലൂടെ അർത്ഥം. അപ്പൊ ഇങ്ങനെ എല്ലാം പറയാതെ പറയേണ്ടവര്. ഇനി ഇതിനെ വേണമെങ്കിൽ മറ്റൊരർത്ഥത്തിലും വ്യാഖ്യാനിക്കാം. ഒരു ഗോപിക ദേഷ്യപ്പെട്ട് പറയുന്നത് പോലെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അന്ന എന്നുള്ളതിനെ എല്ലായിടത്തേക്കും എടുത്താൽ മതി. നഖലു ഗോപിക നന്ദനോ ഭവാൻ. നീ യശോദയുടെ മകനൊന്നും അല്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ നീ ഞങ്ങളോട് സ്നേഹം കാണിച്ചേനെ. യശോദയും നന്ദഗോപരും ഒക്കെ ഞങ്ങളോട് വളരെ സ്നേഹവാത്സല്യങ്ങൾ ഉള്ളവരാണ്. അവർ ഞങ്ങളെ ഇങ്ങനെ തപിക്കാൻ വിടില്ല. അപ്പൊ നീ യശോദയുടെ മകനായിരുന്നെങ്കിൽ ഞങ്ങളെ രക്ഷിച്ചേനെ, ഞങ്ങളുടെ അടുത്തേക്ക് വന്നേനെ. നീ അഖിലദേഹിനാം അന്തരാത്മദൃക്ക് നാന്ന് അവിടേക്കും ചേർക്കാം. ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിനെയൊന്നും നീ അറിയുന്നില്ല, നിനക്ക് അതിനുള്ള കഴിവൊന്നുമില്ല. നീ വിശ്വഗുപ്തിക്കായി വികനസിനാൽ അർപ്പിക്കപ്പെട്ട് വന്നവനൊന്നുമല്ല. ഉദയിവാൻ. ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ദേഷ്യപ്പെട്ട് പറയുന്നത് പോലെയും വിപരീതമായിട്ടും പറയാം. വേണ്ട, നമുക്ക് ഇങ്ങനൊരു അർത്ഥം കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അവരുടെ ആ ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ഇവിടെ പ്രധാനമായിട്ടുള്ള അർത്ഥം ഭഗവാനെ അഖിലദേഹിനാം അന്തരാത്മദൃക്കായി അവരറിയുന്നു. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നവരറിയുന്നു. ഇപ്പോൾ സഖാക്കളാവുമ്പോൾ ദേഷ്യപ്പെട്ട് എന്തും പറയാലോ അല്ലേ? കൂട്ടുകാരാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ദേഷ്യമൊക്കെ പ്രകടിപ്പിക്കാം. അപ്പോൾ ആ അർത്ഥത്തിൽ ദേഷ്യം പ്രകടിപ്പിച്ചതും ആവാം എന്നർത്ഥം. നഖലു ഗോപികാ നന്ദനോ ഭവാൻ അഖിലദേഹിനാമന്തരാത്മദൃക് വികനസാർത്തിതോ വിശ്വഗുപ്തയേ സഖ ഉദയിവാൻ സാത്വതാം കുലേ വിരചിതാഭയം വൃഷ്ണിധുര്യത്തെ ചരണമീയുഷാം സംസൃതേർഭയാത് കരസരോരുഹം കാന്തകാമദം ശിരസി ദേഹിനഃ ശ്രീകരഗ്രഹം വിരചിതാഭയം വൃഷ്ണിധുര്യത്തെ ചരണമീയുഷാം സംസൃതേർഭയാത് കരസരോരുഹം കാന്തകാമദം ശിരസി ദേഹിനഃ ശ്രീകരഗ്രഹം. ഇവിടെ ഭഗവാനോട് സരോരുഹം നഹ ശിരസി ദേഹി, ഇതാണ് പ്രാർത്ഥന. അങ്ങയുടെ കരമാകുന്ന സരോരുഹം, കയ്യാകുന്ന താമര, കരകമലം, കരപങ്കജം, അതിനെ നഹ ശിരസി ദേഹി, അസ്മാകം ശിരസി ദേഹി, അപ്പൊ ഞങ്ങളുടെ ശിരസിൽ ധരിച്ചാലും. അതാണ് അവരുടെ പ്രാർത്ഥന. അപ്പൊ ആ കരസരോരുഹം കീദൃശം, എങ്ങനെയുള്ളതാണ് ഭഗവാന്റെ കരകമലം? അതിനാണ് മറ്റ് വിശേഷണങ്ങളൊക്കെ. ഭഗവാനെ സംബോധന ചെയ്യുന്നതാണ് വൃഷ്ണിധുര്യ.
വൃഷ്ണിധുര്യ എന്ന് പറഞ്ഞാൽ വൃഷ്ണികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്നവൻ എന്നർത്ഥം. ദുര്യൻ എന്ന് പറഞ്ഞാൽ ദുരന്തരൻ, ദുര്യൻ എന്നൊക്കെ പറയുന്നത് ഭാരം വഹിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ്. ദുരം ധരതി ഇത് ദുരന്തര. ദുരം എന്ന് പറഞ്ഞാൽ നുകം. കാളവണ്ടിയിലും മറ്റൊക്കെ കാളകളെ ബന്ധിക്കുന്നതായിട്ടുള്ള നുകങ്ങളുടെ പേരാണ്, നുകത്തിന്റെ പേരാണ് ദുരം. അപ്പൊ ദുരന്തരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? കാളയാണ്. ഋഷഭ എന്ന് പൂർവ്വ ശ്ലോകത്തിലും പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെയും ആ ഋഷഭ കാളയ്ക്ക് തുല്യനായി ഭാരം വഹിക്കുന്നവനെ എന്നുള്ള അർത്ഥത്തില് ദുര്യ, ദുരന്തരൻ തന്നെയാണ് ദുര്യൻ, ഭാരം വഹിക്കുന്നവൻ. ആരുടെ? വൃഷ്ണിയുടെ എന്ന് വെച്ചാൽ വൃഷ്ണി വംശത്തെ മുഴുവൻ വഹിക്കുന്നവനാണ് ഭഗവാൻ. ഈ വൃഷ്ണി വംശത്തെ മുഴുവൻ രക്ഷിച്ച് നിലനിർത്തുന്നത് അല്ലേ? ആ യദുവംശത്തിലെ അവാന്തര വംശമായ വൃഷ്ണി വംശത്തെ മുഴുവൻ സംരക്ഷിക്കുന്നവൻ, അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ വഹിക്കുന്നവൻ, തലയിൽ ചുമക്കുന്നവൻ, ഭാരവാഹി വൃഷ്ണിതുര്യൻ. ഹേ വൃഷ്ണിതുര്യ, അങ്ങയുടെ കരസരോരുഹം കീദൃശം സംസൃതേർ ഭയാത് ചരണം സംസൃതേർ ഭയാത് തേ ചരണം ഈയുഷാം വിരചിതാഭയം. സംസൃതേർ ഭയാത്, സംസാര ദുഃഖങ്ങളിൽ നിന്ന് ഭയപ്പെട്ട്, തേ ചരണം ഈയുഷാം, അങ്ങയുടെ പാദത്തെ ചരണത്തെ, ഈയുഷാം എന്ന് പറഞ്ഞാൽ പ്രാപിച്ചവരെ, ശരണം പ്രാപിച്ചിട്ടുള്ളവർക്ക്, വിരചിതാഭയം, അവരുടെ ശിരസിൽ അങ്ങ് കൈവച്ച് അനുഗ്രഹിക്കും. അങ്ങനെ അവർക്ക് അഭയം വിരചിക്കുന്നു. ഇപ്പോൾ ഭഗവാന്റെ പാദകമലങ്ങളെ ആരാണോ സംസാര ഭയത്തിൽ നിന്നുള്ള മോചനത്തിനായി നിവൃത്തിക്കായിക്കൊണ്ട് ശരണം പ്രാപിക്കുന്നത്, ഭഗവാന്റെ പാദത്തിൽ നമസ്കരിക്കുന്നവരുടെയൊക്കെ ശിരസിൽ ഭഗവാൻ കൈവച്ച് അനുഗ്രഹിക്കുന്നു. അങ്ങനെ അവർക്ക് അഭയം വിരചിക്കുന്നത് വിരചിതാഭയം. കരസരോരുഹത്തിന്റെ വിശേഷണമാണ്. ഹേ കാന്ത, അല്ലയോ എല്ലാവർക്കും പ്രിയപ്പെട്ടവനെ, സുന്ദരമായ ശരീരത്തോടു കൂടിയവനെ, അല്ലെ ആകർഷണീയമായ സ്വരൂപത്തോടു കൂടിയവനെ, ഹേ കാന്ത മനോഹരാംഗ, അങ്ങയുടെ കരസരോരുഹം എന്താണ്? കാമദം. അത് കാമത്തെ ദാനം ചെയ്യുന്നതാണ്. ആരെന്ത് ആഗ്രഹിച്ചാലും അതിനെയൊക്കെ കൊടുക്കാൻ കഴിവുള്ളതാണ് അങ്ങയുടെ ആ കരസരോരുഹം. അത് ശ്രീകരഗ്രഹവുമാണ്. ശ്രീകരം ശ്രീദേവിയുടെ കരത്താൽ ഗ്രഹിക്കപ്പെട്ടത്. ലക്ഷ്മീ ദേവിയും എപ്പോഴും ആ ഭഗവാന്റെ കൈകളിൽ പിടിച്ച് നടക്കുന്നു. വിശ്രമിക്കുന്ന സമയത്ത് ലക്ഷ്മി ദേവി ഭഗവാന്റെ കയ്യും കാലുമൊക്കെ തന്റെ മടിയിലെടുത്തു വെച്ച് അതിനെ ലാളിക്കുന്നു, തലോടി കൊടുക്കുന്നു. നടക്കുന്നതായിട്ടുള്ള സമയത്ത് ലക്ഷ്മി ദേവി കൂടെ നടക്കുമ്പോഴും ഭഗവാന്റെ കൈപിടിച്ച് നടക്കുന്നു. അങ്ങനെ ശ്രീയുടെ കരങ്ങളാൽ ഗ്രഹിക്കപ്പെട്ടത്, ലക്ഷ്മി കരങ്ങളാൽ ഗ്രഹിക്കപ്പെടുന്നതാണ് അങ്ങയുടെ. അപ്പൊ ലക്ഷ്മിയാൽ പോലും ആശ്രയിക്കപ്പെടുന്നതാണ്, ലക്ഷ്മിക്ക് പോലും അഭയവും സന്തോഷവും ആനന്ദവും നൽകുന്നതാണ് അങ്ങയുടെ കൈകൾ. അങ്ങനെയുള്ള അങ്ങയുടെ കൈകൾ, എല്ലാവർക്കും കാമത്തെ ദാനം ചെയ്യുന്നതായിട്ടുള്ള കൈകൾ, ആ കൈകളാകുന്ന താമരകൾ, കരസരോരുഹം നഹ ശിരസി ദേഹി, ഞങ്ങളുടെ ശിരസിൽ ധരിച്ച് ഞങ്ങളെ ആശ്വസിപ്പിച്ചാലും. ഞങ്ങളുടെ ഹൃദയവും മൂർധാവും തപിച്ചുകൊണ്ടിരിക്കുന്നു. ആ തപിച്ചുകൊണ്ടിരിക്കുന്ന മൂർധാവിലൂടെ ഞങ്ങളുടെ പ്രാണൻ പുറത്തേക്ക് പോകാനായിട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ അടക്കാനായിട്ട് ഞങ്ങളുടെ ശിരസിൽ അങ്ങ് കൈവച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചാലും. അപ്പോ ഇവിടെ എന്താ പറയുക, സംസാര ഭയത്തിൽ നിന്ന് മുമുക്ഷുക്കളായി ശിഷ്യന്മാരായ ഒരു ഗുരുവിനെ സമീപിച്ചു കഴിഞ്ഞാൽ ഗുരു ശിഷ്യന്മാരുടെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നത് പോലെ ഇവിടെ ഭഗവാന്റെ മുമ്പിൽ ഇവരും സംസാര ദുഃഖത്തിൽ നിന്ന്, എല്ലാ ദുഃഖങ്ങളിൽ നിന്നും അഭയം നൽകുവാനായിക്കൊണ്ട് ഭഗവാന്റെ സ്പർശം, കരങ്ങളെ കൊണ്ടുള്ള അനുഗ്രഹം ശിരസിൽ ആഗ്രഹിക്കുന്നു. വിരചിതാഭയം വൃഷ്ണിധുര്യത്തെ ചരണമീയുഷാം സംസൃതേർഭയാത് കരസരോരുഹം കാന്തകാമദം ശിരസി ദേഹിന ശ്രീകരഗ്രഹം. വ്രജജനാർത്തിഹൻ വീരയോഷിതാം നിജജനസ്മയ ധ്വംസനസ്മിത ഭജ സഖേ ഭവത്കിങ്കരീസ്മനോ ജലരുഹാനനം ചാരുദർശയ. വ്രജജനാർത്തിഹൻ വീരയോഷിതാം
നിജജനസ്മയ ധ്വംസനസ്മിത ഭജ സഖേ ഭവ കിങ്കരീസ്മനോ ജലരുഹാനനം ചാരുദർശയ. ഇവിടെ ഭഗവാന്റെ ആ മുഖകമലം, ജലരുഹ ആനനം. ജലരുഹം എന്ന് പറഞ്ഞാൽ ജലത്തിൽ ആരോഹണം ചെയ്യുന്നത് താമര. അപ്പൊ താമര പോലെയുള്ള ആനനം, മുഖം. ചാരു, അത് മനോഹരമായത്. ദർശയ, ഞങ്ങൾക്ക് കാണിച്ചു തന്നാലും. അങ്ങയുടെ ആ മുഖപങ്കജം ഞങ്ങൾക്ക് ദർശനം നൽകിയാലും. അങ്ങ് ഈ വ്രജത്തിലെ മുഴുവൻ ജനങ്ങളുടെ ആർത്തിയെ ഹനിക്കുന്നവനല്ലേ, ദുഃഖങ്ങളെ ഹനിക്കുന്നവനല്ലേ. ഗോകുലത്തിലെ സകലരുടെയും എല്ലാ ദുഃഖങ്ങളും ഹനിക്കുന്നവനാണ് അങ്ങ്. വ്രജജന ആർത്തിഹൻ, വ്രജജനാനാം ആർത്തിം ഹന്തി അല്ലെങ്കിൽ ഗ്നന്തി ഇതി ആർത്തിഹ. ഇപ്പോ എല്ലാവരുടെയും ദുഃഖങ്ങളെ ഹരിക്കുന്ന അങ്ങേക്ക് ഞങ്ങളുടെ ദുഃഖങ്ങളെ ഹരിക്കാൻ വല്ല പ്രയാസമുണ്ടോ? അപ്പൊ ഞങ്ങളുടെ ഇപ്പോഴത്തെ ദുഃഖത്തെ അങ്ങ് ഹനിച്ചു തരണം. അങ്ങ് വ്രജജനാർത്തിഹനാണ്. വീര, അങ്ങ് വീരനാണ്, സാമർഥ്യമുള്ളവനാണ്, ശക്തനാണ്. എന്താണ് വലിയ വീരത്വം? വീരത്വം എന്ന് പറഞ്ഞാൽ അഭയം പ്രാപിച്ചവർക്ക് അഭയം കൊടുക്കലാണ് ഏറ്റവും വലിയ വീര്യം. അല്ലാതെ എന്തെങ്കിലും അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യലല്ല. നമ്മളെ ആശ്രയിച്ച് നമുക്ക് അഭയം ചോദിച്ചു വരുന്നവർക്ക് അഭയം കൊടുക്കാനുള്ള ധൈര്യമാണ് യഥാർത്ഥ വീരം. ഹേ വീര, ഞങ്ങൾക്ക് അഭയം തരൂ. ഞങ്ങള് എങ്ങനെയുള്ളതാണ്? അല്ല, അങ്ങ് എന്താ ചെയ്തിരിക്കണത്? അങ്ങയുടെ മന്ദഹാസം ഞങ്ങളുടെ അഹങ്കാരത്തെ മുഴുവൻ നശിപ്പിക്കുന്നതാണ്. ഇപ്പൊ യോഷിതാം നിജജനസ്മയധ്വംസനസ്മിത, നിജജനസ്മയധ്വംസനസ്മിത, തന്റെ ജനത്തിന്റെ സ്മയം, നിജജനങ്ങളുടെ സ്മയം എന്നാൽ ഇവിടെ അഹങ്കാരം. ആ അഹങ്കാരത്തെ ധ്വംസിക്കുന്ന, നശിപ്പിക്കുന്ന സ്മിതം, മന്ദഹാസം. മന്ദഹാസത്തോട് കൂടിയവനാണ് ഭഗവാൻ. ഭഗവാനെ സംബോധന ചെയ്യണ നിജജന സ്മയധ്വംസനസ്മിത, തന്റെ ജനത്തിന്റെ ഗർവത്തെ ശമിപ്പിക്കുന്നതായിട്ടുള്ള മന്ദഹാസത്തോട് കൂടിയവനെ. അപ്പൊ ഭഗവാൻ തന്റെ ഭക്തന്മാരുടെയൊക്കെ അഹങ്കാരത്തെ ശമിപ്പിക്കുന്നതാണ്. ഇപ്പതാ തന്നെ ആശ്രയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ തന്റെ പ്രിയപ്പെട്ടവരായ ഗോപികമാരുടെ ഗർവത്തെയെല്ലാം ശമിപ്പിക്കുന്നതായിട്ടുള്ള മന്ദഹാസത്തോട് കൂടിയവനാണ്. അപ്പൊ എല്ലാ ദോഷങ്ങളെയും നശിപ്പിക്കുന്നതാണ് ഭഗവാന്റെ മന്ദഹാസം. ഏതെങ്കിലും തരത്തിലുള്ള ഗർവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഭഗവാന്റെ ആ മന്ദഹാസത്തിന്റെ മുമ്പിൽ എല്ലാ ഗർവവും പോകുന്നർത്ഥം. നിജജന സ്മയധ്വംസനസ്മിത ഭവൽ കിങ്കരീഹീന, ഭവാന്റെ അങ്ങയുടെ കിങ്കരിമാരാണ് ഞങ്ങൾ, ദാസിമാരാണ്, ഭൃത്യകളാണ്. അങ്ങനെയുള്ള നഹ ഞങ്ങളെ ഭജ, ഭജ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സ്വീകരിച്ചാലും ഞങ്ങളെ സേവിച്ചാലും ഞങ്ങളെ ഉപേക്ഷിക്കരുതേ. ഞങ്ങൾ അങ്ങയെ ഭജിക്കുന്നു, അങ്ങ് ഞങ്ങളെയും ഭജിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും വേണം അല്ലേ? യഥാ മാം പ്രപദ്യന്തേ താൻ തദൈവ ഭജാമ്യഹം എന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ. ആരെന്നെ എങ്ങനെ ഭജിക്കുന്നുവോ അവരെ ഞാൻ അങ്ങനെ തന്നെ അനുഗ്രഹിക്കുന്നു, ഭജിക്കുന്നു എന്ന്. അതുകൊണ്ട് ഞങ്ങളെ ഉപേക്ഷിക്കരുത്. അങ്ങയുടെ കിങ്കരികളായി ഞങ്ങളെയും ഭജിച്ചാലും സ്വീകരിച്ചാലും. ഹേ സഖേ, അല്ലയോ പ്രിയതമനായിരിക്കുന്നവനെ, സഖാവായിരിക്കുന്നവനെ, അങ്ങയുടെ ചാരുവായ മനോഹരമായ ജലരുഹാനനം, ആ മുഖകമലത്തെ യോഷിതാം നഹ ദർശയ. ഇവിടെ യോഷിതാം എന്നുള്ളത് ഇവിടെയാണ് ചേരുന്നത്. യോഷിതാം നഹ, യോഷിത്തുക്കളായ സ്ത്രീകളായ ഞങ്ങൾക്ക് ദർശിപ്പിച്ചാലും കാട്ടിത്തന്നാലും ഞങ്ങൾക്ക് ആ മുഖദർശനം ഞങ്ങൾക്ക് അഭയം നൽകുന്നതാണ്. അങ്ങയുടെ ശീതളമായിട്ടുള്ള താമര പോലെയുള്ളതായിട്ടുള്ള മുഖം ശീഘ്രം കാട്ടിത്തന്ന് ഞങ്ങളുടെ വ്യഥയെ ശമിപ്പിച്ചാലും ഞങ്ങളുടെ ഭയത്തെയെല്ലാം അകറ്റിയാലും ഞങ്ങളുടെ ഉത്കണ്ഠയെല്ലാം ശമിപ്പിച്ചാലും എന്ന് താല്പര്യം. വ്രജജനാർത്തിഹൻ വീര യോഷിതാം നിജജനസ്മയ ധ്വംസനസ്മിത ഭജ സഖേ ഭവ കിങ്കരീസ്മനോ ജലരുഹാനനം ചാരുദർശയ. നമുക്ക് വൈകുന്നേരം കാണാം ബാക്കി.
ഇവിടെ കുറച്ച് പണികൾ നടക്കുന്നുണ്ട്. ഞാൻ അവർക്ക് തടസ്സമായിട്ടിരിക്കുകയാണ് ഇപ്പോൾ. ഹരി ഓം. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. വൈകിട്ട് 6:30 കാണാം. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം. ഹരി ഓം. ഹരി ഓം.